നമസ്കാരം. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയെ സംബന്ധിച്ച് 25,500 എന്നൊരു ലെവലിന് മുകളിൽ ആദ്യ മണിക്കൂറുകൾ തുടരാൻ സാധിച്ചെങ്കിലും അവസാന നിമിഷങ്ങൾ ഒരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നിരുന്നു. തുടർന്ന് 25,500 എന്നൊരു ലെവൽ കൈവിട്ടുകൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 25,476 എന്ന റേഞ്ചിൽ 46 പോയിന്റിന്റെ ഒരു നഷ്ടത്തിലാണ്. ഇന്നത്തെ ഒരു സെഷനിൽ നമുക്കറിയാം വീക്കിലി എക്സ്പയറിയിലോട്ടാണ് കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ്. TCSന്റെ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് ഒന്നാം പാദ ഫലങ്ങളുടെ റിസൾട്ട് സീസൺ ഇന്ന് ആരംഭിക്കും. കുറേയധികം കമ്പനികൾ TCS കൂടാതെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ധാരാളം ഇവന്റുകളാണ് നടക്കാനിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വിപണിയെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏഷ്യൻ വിപണികൾ ഇന്നത്തെ ഒരു സെഷനിൽ മിക്സ്ഡ് ആയിട്ട് തന്നെയാണ് വീണ്ടും വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. FOMC മിനിറ്റ്സ് അടക്കമുള്ള പല ഡാറ്റകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. NVIDIA കഴിഞ്ഞ സെഷനിൽ US വിപണിയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പുതിയ സർവകാല ഉയരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇതോടുകൂടി $4 ട്രില്യൺ എന്നുള്ള മാർക്കറ്റ് വാല്യുവേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് NVIDIA ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് US ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ച് മിക്സ്ഡ് ആയിട്ട് തന്നെയാണ് പെർഫോമൻസ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും. ട്രംപ് കഴിഞ്ഞ ദിവസം ബ്രസീലിന്റെ എക്സ്പോർട്ടിൽ 50% താരിഫ് ചുമത്തുമെന്നുള്ളൊരു പുതിയ പ്രഖ്യാപനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ സംസാരിച്ചിരുന്നു, ബ്രിക്സ് കൺട്രീസിന് 10% അഡീഷണൽ താരിഫ് ചുമത്തുമെന്ന് ഓൾറെഡി ട്രംപ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും കഴിഞ്ഞ സെഷനിൽ IT ഓഹരികളിലൊക്കെ തന്നെ ശക്തമായിട്ട് മൂവ്മെന്റ് US വിപണിയിൽ കാണാൻ സാധിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരു നേട്ടത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞ സെഷനിൽ US വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. നാസ്ഡാക്ക് 0.94% നേട്ടം കൈവരിച്ചിരുന്നു. ഡൗജൻസ് 0.49% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. S&P 500 0.61% നേട്ടത്തിൽ 6,236 എന്നൊരു റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞ സെഷനിലെ ഫണ്ട് ഫ്ലോ പരിശോധിക്കുകയാണെങ്കിൽ FIS 77 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട്. DISനെ സംബന്ധിച്ചും 920 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു ടെക്നിക്കൽ ലെവൽസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും 25,331 തുടർന്ന് 25,670 എന്നൊരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും സപ്പോർട്ടും റെസിസ്റ്റൻസും ഉള്ളത് എന്ന് തന്നെയാണ് നന്ദിത് ഷാ, HDFC സെക്യൂരിറ്റീസിലെ നന്ദിത് ഷാ പറയുന്നത്. അതായത് 25,331 എന്ന റേഞ്ചിൽ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്സൈഡിൽ 25,670 നമ്മളൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. LKP സെക്യൂരിറ്റീസിലെ രൂപക് അഭിപ്രായപ്പെടുന്നത് നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റിൽ തന്നെയാണ് തുടരുന്നത് എന്ന് തന്നെയാണ്. 25,500 25,550 എന്നൊരു റേഞ്ചിലാണ് ശക്തമായിട്ടുള്ള പ്രതിരോധം നേരിടുന്നത്. അവർലി ചാർട്ടിൽ ഇൻഡെക്സ് 50 അവർ സിമ്പിൾ മൂവിംഗ് 50 അവർ സിമ്പിൾ മൂവിംഗ് ആവറേജിന് താഴേക്ക് വീഴുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നോക്കുന്ന സമയത്തും 50 മാർക്കിന് താഴേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരു വീക്ക്നെസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ തന്നെ 25,200 25,250 എന്നുള്ള ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഷോർട്ട് ടേമിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു റേഞ്ച് തന്നെയാണ്. അതായത് 25,200 ടു 25,250. ഇനി 25,550 എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു വ്യത്യാസം നമ്മുടെ സൂചികയിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടി നോക്കാം. ഫോക്കസിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് PSU ബാങ്ക് തന്നെയാണ്. PSU ബാങ്ക് ഓഹരികളെ സംബന്ധിച്ച് 2026 സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ തന്നെ വരുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം 45,000 കോടി രൂപ PSU ബാങ്കുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുമെന്ന് തന്നെയാണ് അപ്ഡേഷൻസ് വരുന്നത്. QIP വഴിയായിരിക്കും ഇത്തരത്തിൽ ഫണ്ട് റൈസിംഗ് നടത്തുക. ഏകദേശം 5 PSU ബാങ്കുകൾ ഇത്തരത്തിൽ ഓഫർ ഫോർ സെയിൽ അടക്കമുള്ള വിവിധ മാർഗങ്ങളിലൂടെ ഫണ്ട് റൈസിംഗിലേക്ക് എത്തുമെന്നുള്ള ഒരു തീരുമാനങ്ങളും അപ്ഡേഷൻസും ഒക്കെ തന്നെ പുറത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് PSU ബാങ്കിങ് ഓഹരികൾ ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ ഒപ്പം തന്നെ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ഓഹരികളാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് നോക്കാം. TCS തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ലാർജ് ക്യാപ് കമ്പനി. TCSനെ സംബന്ധിച്ച് 1.4% ഒരു സീക്വൻഷ്യൽ ഡിക്ലൈൻ, അതായത് തൊട്ട് ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ കമ്പാരിറ്റീവ്ലി കുറവാകാനുള്ള സാധ്യതയാണ് റവന്യൂ ഗ്രോത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കോൺസ്റ്റന്റ് കറൻസിയിലാണ് പറയുന്നത്.
$, റവന്യൂ 0.6% ഒരു മുന്നേറ്റം, വളരെ മാർജിനലായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. റുപ്പി റവന്യൂ നോക്കുമ്പോൾ 0.4% ഒരു കുറവായിരിക്കാം രേഖപ്പെടുത്തുക എന്നുള്ള അനുമാനങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും TCSന്റെ റിസൾട്ടുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. TCS ഓഹരികൾ നമുക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ്. TCS കൂടാതെ ടാറ്റ LXC, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി, ആനന്ദ് റാത്തി, ഒപ്പം തന്നെ GTPL ഹാത്വേ, ഇന്റർനാഷണൽ ട്രാവൽ ഹൗസ്, ഒസ്വാൾ പമ്പ്, സിൽവർ ലൈൻ ടെക്നോളജീസ് പോലുള്ള കമ്പനികളെല്ലാം തന്നെ ഇന്നത്തെ ഒരു സെഷൻ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഈ ഓഹരികളൊക്കെ തന്നെ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. റെയിൽടെൽ കോർപ്പറേഷൻ്റെ ഓഹരികൾ ഇന്ന് ഫോക്കസിൽ വരുന്നുണ്ട്. കമ്പനിക്ക് 17.47 കോടി രൂപയുടെ ഓർഡർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ജൂലൈ മാസത്തിൽ മാത്രം 130 കോടി രൂപയുടെ കരാറുകൾ കരസ്ഥമാക്കാൻ റെയിൽടെലിന് സാധിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ഓഹരികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. 395 കോടി രൂപയുടെ ഒരു കരാർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അൾട്ടാരോ പ്രോ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നുമാണ് ഈ ഒരു കരാർ ലഭിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുണ്ട്. മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ് ആണ് ഫോക്കസിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി. 125 കോടി രൂപയുടെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നു. പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴിയായിരിക്കും ഈ ഒരു നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വാരി എനർജീസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനി ഇപ്പോൾ ഓഫർ ഫോർ സെയിൽ ലോഞ്ച് ചെയ്തു എന്നുള്ള ഒരു അപ്ഡേഷൻസ് ആണ് വരുന്നത്. കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഇൻഡോ സോളാർ ആണ് ഇത്തരത്തിലൊരു ഓഫർ ഫോർ സെയിൽ വഴി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 10 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ആണ് ഓഫർ ഫോർ സെയിൽ വഴി അനുവദിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. LIC ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി. LICയെ സംബന്ധിച്ച് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. FY26 ഓഫർ ഫോർ സെയിൽ വഴി സ്റ്റേക്ക് സെയിൽ നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചേക്കാം എന്നുള്ള അപ്ഡേഷൻസ് ആണ് പുറത്തു വരുന്നത്. നിലവിൽ 96% ഒരു സ്റ്റേക്കാണ് ഗവൺമെൻറ് കൈവശം വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ 1% സ്റ്റേക്ക് സെയിൽ നടത്തിയാൽ പോലും ഏകദേശം 6000 കോടി രൂപയോളം സമാഹരിക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചേക്കാം. LICയുടെ നിലവിലെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ 5.98 ലക്ഷം കോടി രൂപയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പാണുള്ളത്. അതിനാൽ തന്നെ ഗവൺമെൻറ് ഇപ്പോൾ ഈ ഒരു ഓഫർ ഫോർ സെയിലിനുള്ള അനുമതി അല്ലെങ്കിൽ ഒരു പെർമിഷൻ നൽകിയിരിക്കുന്നു എന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഇപ്പോൾ പറയുന്നത് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ്റെ വാല്യൂ അൺലോക്കിങ്ങിലേക്ക് നയിച്ചേക്കാം എന്നുള്ള ഒരു അപ്ഡേഷൻസ് വരുന്നുണ്ട്. സോ LIC നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. IDBI ബാങ്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി. IDBI ബാങ്കിനും ഇത്തരത്തിൽ മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് നോംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേക്ക് സെയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ഗവൺമെൻറ് ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു IDBI ബാങ്കിനോടൊപ്പം തന്നെ നമ്മൾ PSU ബാങ്കിൻ്റെ കാര്യം തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും ഇത്തരത്തിൽ ഈ ഒരു റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് QIP വഴിയായിരിക്കും സ്റ്റേക്ക് സെയിൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മറ്റ് PSB അല്ലെങ്കിൽ PSU ബാങ്കുകളും ഇത്തരത്തിൽ ഓഫർ ഫോർ സെയിൽ വഴി ഫണ്ട് റേസിംഗ് നടത്തുമെന്നുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡും ഗെയിൽ ഇന്ത്യ ലിമിറ്റഡും നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. കാരണം അവർ 15 വർഷ കാലയളവിലേക്കുള്ള ഒരു സെയിൽ പർച്ചേസ് അഗ്രിമെന്റിൽ ഒപ്പുവെച്ചതായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഓഹരി നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. NCL ഇൻഡസ്ട്രീസ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി. സിമന്റ് പ്രൊഡക്ഷൻ അവരുടെ 5% കുറഞ്ഞതായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സിമന്റ് ഡിസ്പാച്ചസിലും 4% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിത്തക റെയിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. തിത്തക റെയിലിന് 200 കോടി രൂപയുടെ ഒരു ഫണ്ട് റൈസിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രിഫറൻഷ്യൽ ബേസിസ് വഴിയായിരിക്കും ഈ ഒരു ഫണ്ട് റൈസിംഗ് നടത്തുക എന്ന് തന്നെ ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഓഹരികൾ കൂടി നോക്കാം. അപ്പോളോ ടയേഴ്സിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ്. 474 രൂപയ്ക്ക് മുകളിൽ വാങ്ങുക. 9% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്. 454 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. 519 രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. LKP സെക്യൂരിറ്റീസിലെ രൂപക്തയാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡാബർ ഇന്ത്യയിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ്. 522 രൂപയ്ക്ക് മുകളിൽ വാങ്ങാവുന്നതാണ്. 555 രൂപയാണ് ടാർഗറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 504 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. 6% അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത്.
ബന്ധൻ ബാങ്കിന്റെ ഓഹരിയിലും ഒരു പൊസിഷൻ എടുക്കാവുന്നതാണ്. 178 രൂപയ്ക്ക് മുകളിൽ വാങ്ങാവുന്നതാണ്. 188 ടു 185 രൂപ റേഞ്ചിലാണ് ടാർഗറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. 173 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സിയറ്റിന്റെ ഓഹരിയിൽ 4% അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ 3863 രൂപയിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. 3800 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. 3950 ടു 4000 രൂപ റേഞ്ചിലാണ് ടാർഗറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. SW സോളാർ ആണ് മറ്റൊരു സ്റ്റോക്ക്. 331 രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. 320 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 350 രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത്. ഈ ഒരു ഓഹരികളൊക്കെ തന്നെ ബൊണാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ദ്രുമിൽ വിത്ലാനിയാണ് ഈ ഒരു സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിലാണ് അനലിസ്റ്റുകൾ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്.